ജിയോ പൊളിറ്റിക്സിന്റെ ചതുരംഗകളത്തിൽ അതിർവരമ്പുകൾ മായുകയും സാമ്പത്തിക വിപണികൾ അദൃശ്യ ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വിചിത്രമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 2026 ഈ ആദ്യപാദത്തിൽ വൈറ്റ് ഹൌസിന്റെ അടച്ചിട്ട മുറികളിലെ രഹസ്യ ചർച്ചകൾ മുതൽ ലെബനിലെ ലിറ്റാനി നദീതീരത്തെ യുദ്ധഭൂമി വരെ നീളുന്ന ഒരു വലിയ ശൃംഖല പശ്ചിമേഷ്യയുടെ ഭാവി തന്നെ മാറ്റിമറിക്കുകയാണ്. ഒരു വശത്ത് ഡൊണാൾഡ് ട്രംപ് തന്റെ 15-ന് ബിഗ് ഡീൽ വഴി ഇറാനെ മെരുക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഇസ്രായേൽ തങ്ങളുടെ അതിർത്തികൾ വികസിപ്പിക്കുന്ന തിരക്കിലാണ്. ഇതിനിടയിൽ വിപണിയിലെ നിഗൂഢ നീക്കങ്ങളിലൂടെ വെറും 20 മിനിറ്റിനുള്ളിൽ 840 കോടി രൂപ കൊയ്യുന്ന അജ്ഞാത നിക്ഷേപകർ ലോകത്തെ ആകെ അമ്പരപ്പിക്കുന്നു. ഈ സംഭവ വികാസങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ തെളിയുന്നത് വെറുമൊരു യുദ്ധമല്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ ഉടച്ചു വാർക്കുന്ന വലിയൊരു ഗ്രാൻഡ് ഡിസൈൻ ആണ്. പരിശോധിക്കാമെല്ലാം. വെൽക്കം ടു ലൂക്ക. മാർച്ച് 23 തിങ്കളാഴ്ച പുലർച്ചെ ന്യൂയോർക്ക് സമയം 6:49. ലോകം ഉറക്കമുണരുന്നതേയുള്ളൂ. വാൾസ്ട്രീറ്റ് ട്രേഡിംഗ് തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. പക്ഷേ കൃത്യം 6:49-നും 6:50-നും ഇടയിൽ, അതായത് വെറും 60 സെക്കൻഡുകൾക്കുള്ളിൽ വിപണിയിൽ അസാധാരണമായ ചിലത് സംഭവിച്ചു. സാധാരണയായി വലിയ വിപണനങ്ങളൊന്നും നടക്കാത്ത താരതമ്യേന ശാന്തമായ ഈ നേരത്താണ് വമ്പൻ തോതിലുള്ള വ്യാപാരങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. S&P 500 ഫ്യൂച്ചേഴ്സിലും എണ്ണ വിപണിയിലുമായിരുന്നു ഈ അസാധാരണമായ ഉണർവ് ദൃശ്യമായത്. ഏകദേശം $500 മില്യൺ, അതായത് 4800 കോടിയിലധികം രൂപയുടെ ഓയിൽ ഫ്യൂച്ചേഴ്സ് വിപണിയിൽ വിറ്റഴിക്കപ്പെട്ടു. സാധാരണ വോളിയത്തേക്കാൾ 6 മടങ്ങ് അധികമായിരുന്നു ഈ ഒരു വിപണനം. അതിശയകരമായ കാര്യം ഇതാണ്, ഈ ഒരു വമ്പൻ ട്രേഡ് കഴിഞ്ഞ് കൃത്യം 15 മിനിറ്റ് കഴിഞ്ഞിട്ട്, അതായത് 7:04 പ്രസിഡന്റ് ട്രംപിന്റെ ആ ഒരു ട്വീറ്റ് വരുന്നു. ഇറാനുമായുള്ള യുദ്ധസമാനമായ സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ അമേരിക്ക താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നതായിരുന്നു ആ ഒരു സന്ദേശം. സമാധാനത്തിന്റെ പാതയിലാണ് നമ്മൾ. ഈ പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ കോടികളുടെ പന്തയം വിപണിയിൽ വെച്ച് കഴിഞ്ഞിരുന്നു എന്നത് സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഈ ഒരു മെസ്സേജ് വന്നതോടെ അതുവരെ ബാരലിന് $110 മുകളിൽ നിന്നിരുന്ന ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞു. വെറും മിനിറ്റുകൾക്കുള്ളിൽ അത് $92 അതായത് ഓയിൽ വില ഇടിയുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ ഒരു അജ്ഞാതൻ നടത്തിയ നീക്കം വെറും 20 മിനിറ്റിനുള്ളിൽ സമ്മാനിച്ചത് $100 മില്യൺ, അഥവാ 840 കോടി രൂപയുടെ അറ്റാദായമാണ്. ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ അൺയൂഷ്വൽ വീൽസ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഈ ഒരു നിക്ഷേപകൻ വെറും ഒരു ഓയിൽ ട്രേഡർ ആയിരുന്നില്ല. വളരെ പ്രൊഫഷണൽ ആയ ഒരു കളിയാണ് അയാൾ കളിച്ചത്. 2 വ്യത്യസ്തമായ നീക്കങ്ങളാണ് ഈ നിഗൂഢ നിക്ഷേപകൻ നടത്തിയത്. ആദ്യത്തേത് അമേരിക്കൻ ഓഹരി വിപണിയിലെ മുന്നേറ്റം ലക്ഷ്യമിട്ടുള്ള നിക്ഷേപമായിരുന്നു. ഏകദേശം 12,600 കോടി രൂപ, അതായത് $1.5 ബില്യൺ മൂല്യമുള്ള S&P 500 ഫ്യൂച്ചേഴ്സ് ആണ് ഇവർ വാങ്ങിക്കൂട്ടിയത്. ഇറാനുമായുള്ള സംഘർഷം കുറയുന്നതോടെ ഓഹരി വിപണി കുതിച്ചുയരുമെന്ന കൃത്യമായ കണക്കുകൂട്ടലായിരുന്നു ഇതിന് പിന്നിൽ. രണ്ടാമത്തെ നീക്കം എന്ന് പറയുന്നത് എണ്ണ വിപണിയിലായിരുന്നു. യുദ്ധഭീതി ഒഴിയുന്നതോടെ ക്രൂഡ് ഓയിൽ വില താഴേക്ക് പോകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഏകദേശം 1615 കോടി രൂപയുടെ എണ്ണ ഫ്യൂച്ചേഴ്സ് ഇവർ വിറ്റഴിച്ചു. ആ സമയത്ത് വിപണിയിൽ ഉണ്ടായിരുന്ന സാധാരണ വോളിയത്തേക്കാൾ 4 മുതൽ 6 മടങ്ങ് വരെ അധികമായിരുന്നു ഈ ഒറ്റപ്പെട്ട ഇടപാടുകൾ. ട്രംപിന്റെ പ്രഖ്യാപനം വന്ന നിമിഷം തന്നെ വിപണി അതിവേഗം പ്രതികരിച്ചു. ഓഹരി വിപണി 2.5% കുതിച്ചുയർന്നപ്പോൾ എണ്ണ വില കുത്തനെ ഇടിഞ്ഞു. ബ്രെന്റ് ക്രൂഡിന്റെ വില ബാരലിന് $109 നിന്ന് $92 താഴ്ന്നു. അതായത് വെറും 20 മിനിറ്റിനുള്ളിൽ എണ്ണ വിപണിയിൽ നിന്ന് മാത്രം ഈ നിക്ഷേപകൻ നേടിയത് ഏകദേശം $100 മില്യൺ, അല്ലെങ്കിൽ 840 കോടി രൂപയാണ്. ഓഹരി വിപണിയിലെ ലാഭം കൂടി കണക്കിലെടുത്താൽ ഈ തുക ഇതിലും എത്രയോ മടങ്ങ് വർദ്ധിക്കും. വിപണിയെ ബാധിക്കുന്ന ഏതെങ്കിലും സാമ്പത്തിക ഡേറ്റകളോ അല്ലെങ്കിൽ ഫെഡറൽ റിസർവ് ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനകളോ ഇല്ലാത്ത ഒരു സാധാരണ തിങ്കളാഴ്ച രാവിലെ ഇത്രയും വലിയ തുകയുടെ റിസ്ക് എടുക്കാൻ ഒരാൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് വരാനിരിക്കുന്ന വാർത്തയെക്കുറിച്ചുള്ള കൃത്യമായ അറിവോടുകൂടി തന്നെയാകണമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആദ്യമായിട്ടല്ല അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്നത്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് പ്രധാനപ്പെട്ട സർക്കാർ തീരുമാനങ്ങൾ പുറത്തു വരുന്നതിന് മുൻപ് തന്നെ വമ്പൻ വ്യാപാരങ്ങൾ വിപണിയിൽ നടക്കുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയുടെ അറസ്റ്റിന് തൊട്ടു മുൻപ് പോളി മാർക്കറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നടന്ന പന്തയങ്ങൾ ഇതിന് സമാനമായ ഉദാഹരണമാണ്. രാഷ്ട്രീയ തീരുമാനങ്ങൾ വിപണിയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് മുൻകൂട്ടി അറിയാവുന്ന ഉന്നത തലത്തിലുള്ള ആർക്കോ ഇതിൽ പങ്കുണ്ട് എന്ന ആരോപണം വളരെ ശക്തമാണ്. വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ചോർത്തി നൽകുന്നുണ്ടോ എന്ന ഗൗരവകരമായ ചോദ്യമാണ് നിക്ഷേപകർക്കിടയിൽ ഉയരുന്നത്. എങ്കിലും വൈറ്റ് ഹൌസ് ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെയും ഏക ലക്ഷ്യം അമേരിക്കൻ ജനതയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണെന്ന് വക്താവ് കുഷ് ദേശായി വ്യക്തമാക്കി.
ഔദ്യോഗിക വിവരങ്ങൾ ചോർത്തി ആരെങ്കിലും ലാഭമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഗൗരവകരമായ കുറ്റമാണ് എന്നും അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നും സർക്കാർ അറിയിച്ചു. എന്നാൽ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിക്ഷേപകർക്കിടയിൽ അനാവശ്യ ഭീതി പടർത്താനേ ഉപകരിക്കൂ എന്നാണ് ഭരണകൂടത്തിന്റെ നിലപാട്. എന്നാൽ നിക്ഷേപകരും ഹെഡ്ജ് ഫണ്ട് മാനേജർമാരും ഈ വിശദീകരണത്തിൽ അത്ര തൃപ്തരല്ല. വിപണിയുടെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കാൻ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് അവരുടെ ആവശ്യം. അമേരിക്കൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ SEC ഈ വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല. മറ്റൊരു വശത്ത് ഇറാൻ ഈ സംഭവത്തെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക തന്ത്രമായിട്ടാണ് കാണുന്നത്. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫ് പറയുന്നത് അമേരിക്കയുമായി യാതൊരു തരത്തിലുള്ള ചർച്ചകളും തങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ്. വിപണികളെ കൃത്യമായി നിയന്ത്രിക്കാനും എണ്ണവില കുറയ്ക്കാനും വേണ്ടി അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ഫേക്ക് ന്യൂസ് പ്രചാരണത്തിന്റെ ഭാഗമാണ് ഈ പ്രഖ്യാപനമെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇറാൻ ഈ പ്രഖ്യാപനത്തെ നിഷേധിച്ചതോടെ വിപണിയിൽ വീണ്ടും അസ്ഥിരത പ്രകടമായിട്ടുണ്ട്. ഓഹരി വിപണിയിലെ നേട്ടം കുറയുകയും എണ്ണവില വീണ്ടും ഉയരാൻ തുടങ്ങുകയും ചെയ്തു. സാങ്കേതിക വിദ്യയുടെ വളർച്ചയും സോഷ്യൽ മീഡിയ വഴി വിവരങ്ങൾ കൈമാറുന്ന രീതിയും വിപണിയെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമാണിത്. ട്രൂത്ത് സോഷ്യൽ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലെ ഒരു പോസ്റ്റിന് സെക്കൻഡുകൾക്കുള്ളിൽ കോടിക്കണക്കിന് രൂപയുടെ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നു. ഇത് സാധാരണക്കാരായ ചെറുകിട നിക്ഷേപകർക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വമ്പൻ നിക്ഷേപകർക്ക് വിവരങ്ങൾ നേരത്തെ ലഭിക്കുമ്പോൾ വിപണിയിലെ അസ്വമത്വം വർദ്ധിക്കുകയും സുതാര്യത ഇല്ലാതാവുകയും ചെയ്യുന്നു. 25 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള സാമ്പത്തിക വിദഗ്ധർ പോലും ഇത്തരം നീക്കങ്ങൾ മുൻപെങ്ങും കണ്ടിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഈ സംഭവം എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഭരണകൂടത്തിലെ ഉന്നതർക്ക് ഇതിൽ പങ്കുണ്ടോ, അതോ വിപണിയിലെ പ്രവചന സ്വഭാവമുള്ള അൽഗരിതംസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികളാണോ ഇതിന് പിന്നിലെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. എണ്ണയുടെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിന്റെ എണ്ണയും തമ്മിലുള്ള ഈ ഒരു അവിശുദ്ധ ബന്ധം ആഗോള സമ്പദ് വ്യവസ്ഥയെ ഏത് രീതിയിലാണ് ബാധിക്കുക എന്ന് നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. നിഗൂഢമായ 840 കോടി രൂപയുടെ ലാഭം ഒരു വലിയ ഹിമശൈലത്തിന്റെ അറ്റം മാത്രമാണോ, അതോ യാദൃശ്ചികമാണോ? ഉത്തരത്തിനായി ലോകം കാത്തിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം അതിന്റെ ഏറ്റവും ഭീകരമായ 4ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ലോകം മുഴുവൻ ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാണ്. ഈ ഒരു യുദ്ധം അവസാനിക്കാൻ പോവുകയാണോ, അതോ 3ാം ലോക മഹായുദ്ധത്തിലേക്ക് വളരുമോ എന്നുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ സമാധാനം എന്ന വാക്ക് ഇടയ്ക്കിടെ ഉപയോഗിക്കുമ്പോഴും അണിയറയിൽ നടക്കുന്നത് രക്തം മരവിക്കുന്ന ചർച്ചകളാണ്. ന്യൂയോർക്ക് ടൈംസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരു റിപ്പോർട്ട് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ MBS ട്രംപിനെ വിളിച്ച് ആവശ്യപ്പെട്ടത് ഒന്നേയുള്ളൂ: ഇറാനെ ഇപ്പോൾ വെറുതെ വിടരുത്, ആ പാമ്പിന്റെ തല തല്ലിച്ചതയ്ക്കണം. എന്താണ് ഈ രഹസ്യ ചർച്ചകളുടെ പൊരുൾ? സൗദി എന്തുകൊണ്ടാണ് ഇറാനെ പൂർണ്ണമായും തകർക്കാൻ ആഗ്രഹിക്കുന്നത്? പരിശോധിക്കാം. ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് വെറും മിസൈൽ ആക്രമണങ്ങളിലേക്കോ അല്ലെങ്കിൽ ബോംബ് സ്ഫോടനങ്ങളിലേക്കോ മാത്രമല്ല, മറിച്ച് അടച്ചിട്ട മുറികൾക്കുള്ളിൽ നടക്കുന്ന വൻ ശക്തികളുടെ നയതന്ത്ര നീക്കങ്ങളിലേക്കാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും തമ്മിലുള്ള ബന്ധം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ എന്നും ചർച്ചാ വിഷയമാണ്. എന്നാൽ ഏറ്റവും പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ടുകളും പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട വിവരങ്ങളും വിരൽ ചൂണ്ടുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ്. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കരുത് എന്നും മറിച്ച് അത് ശക്തമായി തുടരണമെന്നും മുഹമ്മദ് ബിൻ സൽമാൻ ട്രംപിനോട് രഹസ്യമായി ആവശ്യപ്പെടുന്നു എന്നതാണ് ആ ഒരു വിവരം. പശ്ചിമേഷ്യയെ തന്നെ പുനർനിർമ്മിക്കാനുള്ള ഒരു ചരിത്രപരമായ അവസരമായി ഈ യുദ്ധത്തെ കാണണമെന്നാണ് സൗദി ഭരണാധികാരിയുടെ പക്ഷം. ഇത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി തുടരുന്ന പ്രാദേശിക ആധിപത്യത്തിനായുള്ള പോരാട്ടത്തിന്റെ നിർണായക ഘട്ടമാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്നത് കേവലം ഒരു അയൽ രാജ്യമല്ല, മറിച്ച് തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ ഒരു ശക്തിയാണ്. പശ്ചിമേഷ്യയിലെ ഷിയ സുന്നി തർക്കങ്ങൾക്കും അപ്പുറം മേഖലയിലെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ നേതൃത്വം ആർക്കായിരിക്കണമെന്നതിനെ ചൊല്ലിയുള്ള തർക്കം 1979 ഇറാൻ വിപ്ലവത്തിന് ശേഷം വളരെ ശക്തമാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന US ഇസ്രായേൽ സംയുക്ത സൈനിക നീക്കങ്ങൾ ഇറാന്റെ ഭരണകൂടത്തെ തന്നെ താഴെ ഇറക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ ശക്തി പൂർണ്ണമായും തകർക്കാനുള്ള സുവർണ അവസരമാണ്. അങ്ങനെയാണ് MBS കാണുന്നത്. ഇറാനിലെ നിലവിലെ ഭരണകൂടം മാറാതെ ഗൾഫ് രാജ്യങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം ട്രംപിനെ ധരിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മിതവാദപരമായ നിലപാടുകൾ പരസ്യമായി സ്വീകരിക്കുമ്പോഴും അണിയറയിൽ ഇറാനെതിരെയുള്ള കടുത്ത നിലപാടുകൾക്ക് സൗദി ഊന്നൽ നൽകുന്നത് ട്രംപിനെ പോലെയുള്ള ഒരു നേതാവിന്റെ മനോഭാവത്തെ കൂടി കണക്കിലെടുത്തിട്ടാണ്.
പൊതുവെ യുദ്ധങ്ങളിൽ നിന്ന് പിന്മാറാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് താനെന്ന് ട്രംപ് അവകാശപ്പെടാറുണ്ടെങ്കിലും സൗദി കിരീടാവകാശി ഒരു പോരാളി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ട്രംപിന്റെ ഈ താൽപര്യത്തെ മുൻനിർത്തി ഇറാനിലെ ഊർജ്ജ സ്രോതസ്സുകൾ തകർക്കണമെന്നും ആവശ്യമാണെങ്കിൽ കരയുദ്ധത്തിലേക്ക് നീങ്ങണമെന്നും MBS നിർദ്ദേശിച്ചതായി പറയപ്പെടുന്നു. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കുന്നതിലൂടെ മേഖലയിലെ അവരുടെ സ്വാധീനം ഇല്ലാതാക്കാമെന്നതാണ് ഇതിന് പിന്നിലെ യുക്തി. എന്നാൽ ഈ നീക്കം വളരെയധികം അപകടം പിടിച്ച ഒന്നാണെന്ന് നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറാന്റെ തിരിച്ചടി ഉണ്ടായാൽ അത് നേരിട്ട് ബാധിക്കുന്നത് സൗദി അറേബ്യയുടെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളെ ആയിരിക്കും. 2019 സൗദിയിലെ ആരാംകോ എണ്ണ കമ്പനികൾക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണം ഇതിന് ഉത്തമ ഉദാഹരണമാണ്. അന്ന് ലോകത്തെ എണ്ണ വിപണി തന്നെ നിശ്ചലമായ അവസ്ഥയുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കെ തന്നെയാണ് MBS ഈ സാഹസത്തിന് മുതിരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. സൗദി അറേബ്യയുടെ ഈ ഒരു നിലപാടിനെ വൈരുദ്ധ്യങ്ങളുടെ ഒരു സമുച്ചയം എന്ന് നമുക്ക് വിളിക്കാം. ഒരു വശത്ത് രാജ്യം അതിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക പരിഷ്കരണമായ വിഷൻ 2030 നടപ്പിലാക്കി വരികയാണ്. വിദേശ നിക്ഷേപവും ടൂറിസവും വർദ്ധിപ്പിച്ച് പെട്രോളിയം ഇതര വരുമാനത്തിലേക്ക് മാറാനാണ് സൗദി ശ്രമിക്കുന്നത്. ഇത്തരമൊരു ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ മേഖലയിൽ സമാധാനം അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇറാന്റെ ഭീഷണി നിലനിൽക്കുന്നത് ഈ നിക്ഷേപങ്ങളെ ബാധിക്കുമെന്ന് സൗദി ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഭാവിയിലെ വലിയ അപകടം ഒഴിവാക്കാൻ ഇപ്പോൾ ചെറിയൊരു യുദ്ധത്തിന് തയ്യാറാകാം എന്നതാകാം സൗദിയുടെ നയം. എന്നാൽ പരസ്യമായി സൗദി ഗവൺമെന്റ് ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. തങ്ങൾ സമാധാനത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നും സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നതെന്നും ഔദ്യോഗിക പ്രസ്താവനകൾ പറയുന്നു. ഇറാന്റെ അപകടകരമായ നീക്കങ്ങളാണ് മേഖലയെ അസ്ഥിരപ്പെടുത്തുന്നതെന്നാണ് സൗദിയുടെ പക്ഷം. ഇനി ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം വലിയൊരു പരീക്ഷണമാണ് എന്ന് വേണം പറയാൻ. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം സമാധാന ചർച്ചകളെക്കുറിച്ച് സൂചന നൽകുന്നുണ്ടെങ്കിലും സൗദിയുടെയും ഇസ്രായേലിന്റെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഇറാനെതിരെ കൂടുതൽ കർശനമായ നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളിൽ ഇസ്രായേലിലെ കെട്ടിടങ്ങൾ തകരുകയും ജനങ്ങൾ ഭീതിയിലാവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയ്ക്ക് നിസ്സംഗത പാലിക്കാൻ കഴിയില്ല. എന്നാൽ ഈ യുദ്ധം നീണ്ടു പോവുകയാണെങ്കിൽ അത് ആഗോള ഇന്ധന വിലയെ ബാധിക്കുകയും ലോകം വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. ഹോർമുസ് കടലെടുക്ക് പോലെയുള്ള തന്ത്രപ്രധാനമായ പാതകൾ ഇറാൻ തടസ്സപ്പെടുത്തിയാൽ അത് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ കയറ്റുമതിയെ പൂർണ്ണമായും ബാധിക്കും. ഈ അപകട സാധ്യതകളെല്ലാം മുന്നിലുണ്ടായിട്ടും സൗദി കിരീടാവകാശി എന്തുകൊണ്ട് ഈ നിലപാട് സ്വീകരിക്കുന്നു എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ്. പശ്ചിമേഷ്യയിലെ പവർ ബാലൻസിൽ ഒരു വലിയ മാറ്റമാണ് MBS ആഗ്രഹിക്കുന്നത്. ഹിസ്ബുള്ള, ഹൂതികൾ തുടങ്ങിയ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘങ്ങളെ ദുർബലപ്പെടുത്തണമെങ്കിൽ ഇറാന്റെ കേന്ദ്ര ഭരണകൂടത്തിന് തിരിച്ചടി നൽകിയേ മതിയാകൂ എന്ന് സൗദി കരുതുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ ലക്ഷ്യങ്ങളും ഇതിനോട് സമാനമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയം തീരുമാനിക്കുന്നതിൽ സൗദിയും ഇസ്രായേലും ഒരുപോലെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ട്രംപ് തന്റെ മുൻകാല ഭരണകാലത്ത് ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് പിന്മാറിയതും സൗദിയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയതും ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതുമാണ്. ഇപ്പോൾ വീണ്ടും അധികാരത്തിന്റെ ചെങ്കോൽ കൈയാളുമ്പോൾ സൗദിയുടെ താൽപര്യങ്ങൾക്ക് അദ്ദേഹം എത്രത്തോളം മുൻഗണന നൽകുമെന്നതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വ്യക്തമാകുന്നത്. യുദ്ധം എന്നത് വെറും ആയുധങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് അത് സാമ്പത്തികവും രാഷ്ട്രീയവുമായ ആധിപത്യം ഉറപ്പിക്കാനുള്ള വഴി കൂടിയാണ്. ഇറാനെതിരെ കടുത്ത നീക്കങ്ങൾ ആവശ്യപ്പെടുന്ന സൗദി അറേബ്യ യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയുടെ ഏറ്റവും കരുത്തനായ നേതാവായി ഉയരാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഈ നീക്കം വിജയിക്കുമോ അതോ പ്രത്യാഘാതങ്ങൾ ഭീകരമായിരിക്കുമോ എന്ന് വരും ദിവസങ്ങൾ തീരുമാനിക്കും. ഇറാൻ തങ്ങളുടെ കൈവശമുള്ള ആയുധശേഖരവും ഡ്രോൺ സാങ്കേതികവിദ്യയും ഉപയോഗിച്ച് തിരിച്ചടിച്ചാൽ അത് മേഖലയെ പതിറ്റാണ്ടുകൾ പിന്നോട്ടടിക്കും. സമാധാനത്തിന്റെ പാത ഉപേക്ഷിച്ച് യുദ്ധത്തിന്റെ വഴി തിരഞ്ഞെടുക്കാൻ ലോകശക്തികളെ പ്രേരിപ്പിക്കുന്നത് ലാഭനഷ്ടങ്ങളുടെ മാത്രം കണക്കുകളാണ്. ഈ രാഷ്ട്രീയ ചതുരംഗ കളത്തിൽ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനും സ്വത്തിനും എത്രത്തോളം വിലയുണ്ട് എന്നും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ മുന്നിൽ വെച്ചിരിക്കുന്ന 15 സമാധാന കരാറിലെ സമയപരിധി അവസാനിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി. ഇതൊരു സാധാരണ കരാറല്ല. ഒരേ സമയം സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെയും യുദ്ധത്തിന്റെ വാളിനെയും ഒരേ തട്ടിൽ വെച്ചുകൊണ്ടുള്ള ട്രംപിന്റെ ഒരു ഹൈ സ്റ്റേക്സ് ഗാംബ്ലിംഗ് ആണിത്. ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് ഇറാനെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ മറുവശത്ത് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ അമേരിക്കൻ സൈന്യം സർവ്വസജ്ജമായി നിൽക്കുകയാണ്. എന്താണ് ഈ 15 നിബന്ധനകൾ? ഇറാൻ നൽകിയ സർപ്രൈസ് എന്താണ്?
പരിശോധിക്കാം. പശ്ചിമേഷ്യ എന്നും ഒരു കനലാണ്. എന്നാൽ 2026 ഈ ആദ്യ പാദത്തിൽ ലോകം സാക്ഷ്യം വഹിക്കുന്നത് മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധം സങ്കീർണവും നാടകീയവുമായ ഒരു നയതന്ത്ര നീക്കത്തിനാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നിൽ വച്ചിരിക്കുന്ന 15-ഇന സമാധാന കരാർ വെറും ഒരു ഉടമ്പടിയല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി തുടരുന്ന ശത്രുതയുടെ ഗതി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള ഒരു നിർണായക നീക്കമാണ്. വാഷിംഗ്ടണിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം 1 മാസത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാനെ ചർച്ചകളുടെ മേശയിലേക്ക് കൊണ്ടുവരാനാണ് ട്രംപിന്റെ ശ്രമം. എന്നാൽ ഈ സമാധാന വാഗ്ദാനത്തിന് പിന്നിൽ അതിശക്തമായ ഉപാധികളും സൈനികമായ ജാഗ്രതയും ഒളിഞ്ഞിരിപ്പുണ്ടെന്നതാണ് വസ്തുത. 24 മണിക്കൂർ എന്ന ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ ഇറാൻ നൽകുന്ന മറുപടി എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും കാലത്തെ ലോക സമാധാനവും സാമ്പത്തിക സ്ഥിരതയും. ഈ സമാധാന കരാറിന്റെ പിന്നാമ്പുറങ്ങൾ പരിശോധിച്ചാൽ ട്രംപിന്റെ വിശ്വസ്തരായ ജേറഡ് കുഷ്നർ, സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരുടെ വ്യക്തമായ കൈമുദ്രകൾ കാണാം. എബ്രഹാം ഉടമ്പടികളിലൂടെ പശ്ചിമേഷ്യയിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ച അതേ തന്ത്രമാണ് ഇറാൻ വിഷയത്തിലും അമേരിക്ക പയറ്റുന്നത്. ഇസ്രയേലിലെ ചാനൽ 12 പുറത്തുവിട്ട വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കുക എന്നതാണ് ഈ കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് IAEA കൈമാറണമെന്ന കടുത്ത ഉപാധിയാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനു പുറമെ നഥാൻസ്, ഇസ്ഫഹാൻ, ഫോർദോ എന്നിവിടങ്ങളിലെ ആണവ കേന്ദ്രങ്ങൾ പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായാണ് അവിടുത്തെ ഭരണകൂടം കാണുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിലും ഉപരോധങ്ങൾ നീക്കം ചെയ്യുമെന്ന വാഗ്ദാനം ഇറാന്റെ തകർന്നടിഞ്ഞ ഇക്കണോമിക്ക് വലിയൊരു പ്രലോഭനമായി നിലനിൽക്കുന്നുണ്ട്. ആഗോള സാമ്പത്തിക വിപണിയിൽ ഈ നീക്കം ഇതിനകം തന്നെ വലിയ തരംഗങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. യുദ്ധഭീതി മൂലം ബാരലിന് $100 മുകളിൽ വന്നിരുന്ന ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില സമാധാന കരാർ വാർത്തകൾ പുറത്തു വന്നതോടെ $95 ഇടിഞ്ഞു. ഇന്ധനവിലയിലെ ഈ നേരിയ കുറവ് പോലും ആഗോള വിപണിയിൽ വലിയ ഉണർവ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്ക് അന്താരാഷ്ട്ര ഗതാഗതത്തിനായി പൂർണ്ണമായും തുറന്നു കൊടുക്കണമെന്ന വ്യവസ്ഥ കപ്പൽ ഗതാഗത മേഖലയിൽ വലിയ ആശ്വാസമാണ് നൽകുന്നത്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ പ്രധാന ഭാഗം കടന്നുപോകുന്ന ഈ പാതയുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് ആഗോള ഇന്ധന ശൃംഖലയെ ശക്തിപ്പെടുത്താൻ സഹായിക്കും. ശരിക്കും ട്രംപിന്റെ ഈ ഒരു ബിഗ് ഡീല് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് അമേരിക്കൻ ഡോളറിന്റെ മൂല്യം ഉയർത്തുകയും ഓഹരി വിപണികളിൽ സ്ഥിരത കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യും. എന്നാൽ ഈ സമാധാന നീക്കങ്ങൾക്കിടയിലും അമേരിക്കയുടെ സൈനിക നിലപാടുകളിൽ അയവില്ലെന്നത് ശ്രദ്ധേയമാണ്. ഒരു വശത്ത് ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് പെന്റഗൺ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക നീക്കവുമായി മുന്നോട്ട് പോവുകയാണ്. 3000-ഓളം പാരാട്രൂപ്പേഴ്സിനെ മേഖലയിൽ വിന്യസിക്കാനുള്ള നീക്കം ഇറാനെ സമ്മർദ്ദത്തിനാക്കാനുള്ള തന്ത്രമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം 5 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ടെങ്കിലും കരാർ ലംഘിക്കപ്പെട്ടാൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഇതിലുണ്ട്. വാക്കും ആയുധവും ഒരേപോലെ ഉപയോഗിച്ചുള്ള ട്രംപിന്റെ ഈ നയതന്ത്രം ശത്രു രാജ്യങ്ങളെ വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധിതരാക്കുന്ന ഒന്നാണ്. JD വാൻസ്, മാർക്കോ റൂബിയോ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീം ഈ സങ്കീർണമായ സാഹചര്യം വളരെ കരുതലോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഈ സമാധാന കരാർ വലിയ ഭിന്നതകൾക്ക് കാരണമായിട്ടുണ്ട്. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഖർ ഖാലിബാഫിനെ പോലെയുള്ള മിതവാദികൾ ചർച്ചകളോട് അനുകൂലമായി പ്രതികരിക്കാൻ താൽപര്യപ്പെടുന്നുണ്ടെങ്കിലും കടുത്ത നിലപാടുകാരായ വിപ്ലവ ഗാർഡുകൾ, റെവല്യൂഷണറി ഗാർഡ്സ് ഇതിനെ എതിർക്കാനാണ് സാധ്യത. പാകിസ്ഥാൻ വഴിയാണ് അമേരിക്ക ഈ കരാർ കൈമാറിയത് എന്നത് നയതന്ത്രപരമായി വലിയ പ്രാധാന്യം അർഹിക്കുന്നു. നേരിട്ടുള്ള ചർച്ചകൾ ഒഴിവാക്കിക്കൊണ്ട് മൂന്നാമതൊരു രാജ്യം വഴി സന്ദേശങ്ങൾ കൈമാറുന്നത് ഇറാന് തങ്ങളുടെ അന്തസ്സ് നിലനിർത്തിക്കൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ അവസരം നൽകുന്നു. ഇറാൻ തങ്ങൾക്ക് വലിയൊരു സമ്മാനം നൽകിയതായും അത് സാമ്പത്തികമായി വലിയ മൂല്യമുള്ളതാണെന്നും ട്രംപ് വെളിപ്പെടുത്തിയത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യ ധാരണകളെ സൂചിപ്പിക്കുന്നുണ്ടോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. മിസൈൽ പ്രോഗ്രാമുകളുടെ കാര്യത്തിലും അമേരിക്ക കടുത്ത നിയന്ത്രണങ്ങളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇറാന്റെ ദീർഘദൂര മിസൈൽ ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുകയും അത് പ്രതിരോധ ആവശ്യങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയും വേണമെന്നതാണ് അമേരിക്കയുടെ നിലപാട്. പകരമായിട്ട് ഇറാന്റെ ബുഷർ ആണവ നിലയത്തിന്റെ വികസനത്തിന് സാങ്കേതിക സഹായം നൽകാമെന്നും സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി ഉൽപാദനത്തിന് പിന്തുണ നൽകാമെന്നും കരാറിൽ പറയുന്നുണ്ട്. ഇത് ഇറാൻ ഒരു സമാധാനപരമായ ആണവ പരിപാടിയുമായി മുന്നോട്ട് പോകാനുള്ള അവസരം തുറന്നു നൽകുന്നു. മേഖലയിലെ സായുധ സംഘങ്ങൾക്കുള്ള പിന്തുണ പിൻവലിക്കണമെന്ന വ്യവസ്ഥ ഇസ്രായേലിന്റെ സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ്. ഒക്ടോബർ 7-ന് ശേഷമുണ്ടായ സംഘർഷങ്ങൾ പശ്ചിമേഷ്യയെ തകർത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെ നിയന്ത്രിക്കുന്നത് ശാശ്വത സമാധാനത്തിന് അത്യന്താപേക്ഷിതമാണ്.
ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഈ സമാധാന നീക്കം വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. യുദ്ധഭീതി നിലനിൽക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും തൊഴിൽ മേഖലയും ദോഷകരമായി ബാധിച്ചിരുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നത് മേഖലയിലെ വിനോദസഞ്ചാര വ്യാപാര മേഖലകളിൽ വലിയ പുരോഗതി ഉണ്ടാക്കും. ഇസ്രായേൽ ഗവൺമെന്റും ഈ നീക്കത്തെ അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത്. ഇറാന്റെ ആണവ ഭീഷണി ഇല്ലാതാക്കുന്ന ഏത് കരാറിനെയും ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഗവൺമെന്റ് സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും കരാറിലെ സ്നാപ്പ് ബാക്ക് സംവിധാനം ഒഴിവാക്കണമെന്ന ഇറാന്റെ ആവശ്യം ഇസ്രായേലിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ചുരുക്കത്തിൽ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ 15 പദ്ധതി പശ്ചിമേഷ്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരീക്ഷണമാണ്. 24 മണിക്കൂർ എന്ന സമയപരിധി അവസാനിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലോകം ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണ്. ഈ കരാർ അംഗീകരിക്കപ്പെട്ടാൽ അത് ട്രംപിന്റെ നയതന്ത്ര വിജയമായി മാറുകയും ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. എന്നാൽ ഇറാൻ ഇത് നിരസിക്കുകയാണെങ്കിൽ മേഖല വീണ്ടും വലിയൊരു യുദ്ധത്തിന്റെ നിഴലിലേക്ക് നീങ്ങും. ശാശ്വത സമാധാനത്തിനായുള്ള ഈ നീക്കം വെറും ഒരു നാടകമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് വരും മണിക്കൂറുകൾ തെളിയിക്കും. പുകപടലങ്ങൾ ഉയരുന്ന ഇറാന്റെ എണ്ണശേഖരങ്ങളിൽ നിന്ന് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറന്നുയരുമോ അതോ യുദ്ധകാഹളം മുഴങ്ങുമോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം. പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത് വെറും ഒരു യുദ്ധവാർത്തയല്ല, മറിച്ച് ലോക ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന അതിഭീകരമായൊരു നീക്കത്തിന്റെ വിവരങ്ങളാണ്. 2026 മാർച്ച് 25 ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നത് ഇസ്രായേലിന്റെ അപ്രതീക്ഷിതമായൊരു അതിർത്തി വിപുലീകരണത്തിനാണ്. ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കാറ്റ്സ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നടത്തിയ പ്രഖ്യാപനം ലെബനനെ നടുക്കിയിരിക്കുകയാണ്. തെക്കൻ ലെബനനിലെ ലിറ്റാനി നദി വരെ ഇസ്രായേൽ സൈന്യം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുമെന്നാണ് ഔദ്യോഗിക പ്രഖ്യാപനം. ഇത് കേവലം ഒരു ബഫർ സോണാണോ അതോ ലെബനന്റെ 10-1 ഭൂപ്രദേശം ഇസ്രായേൽ പിടിച്ചെടുക്കുകയാണോ? പശ്ചിമേഷ്യയുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കാം. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ എപ്പോഴും പ്രവചനാതീതമാണ്. എന്നാൽ 2026 തുടക്കത്തിൽ ആ മേഖലയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ കേവലം അസ്ഥിരതയല്ല, മറിച്ച് ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന ഭൗമ രാഷ്ട്രീയ അതിരുകൾ തന്നെ മാറ്റിമറിക്കാനുള്ള ആസൂത്രിതമായ നീക്കങ്ങളാണോ എന്ന സംശയം ആഗോളതലത്തിൽ ശക്തമാവുകയാണ്. ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കാറ്റ്സ് അടുത്തിടെ നടത്തിയ പ്രഖ്യാപനം ഈ സംശയങ്ങൾക്ക് അടിവരയിടുന്നു. തെക്കൻ ലെബനനിലെ ലിറ്റാനി നദി വരെ ഇസ്രായേൽ സൈന്യം തങ്ങളുടെ പ്രതിരോധ കവചം വ്യാപിപ്പിക്കുമെന്നതാണ് ആ ഒരു തീരുമാനം. ഇത് കേവലം ഒരു താൽക്കാലിക സൈനിക നീക്കമാണോ അതോ മഹത്തായ ഇസ്രായേൽ എന്ന സ്വപ്നത്തിലേക്കുള്ള ഭൂപടം തിരുത്തി വരയ്ക്കലാണോ എന്ന ഗൗരവകരമായ ചർച്ചയ്ക്കാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. ലെബനന്റെ ഹൃദയഭാഗത്തുകൂടി ഒഴുകുന്ന ലിറ്റാനി നദി ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പ്രദേശം വരെ നിയന്ത്രണത്തിലാക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കം ലെബനന്റെ ആകെ ഭൂപ്രദേശത്തിന്റെ 10-1 ഭാഗം കൈവശപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഇസ്രായേലിന്റെ ഔദ്യോഗിക ഭാഷ്യം അനുസരിച്ച് വടക്കൻ ഇസ്രായേലിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഹിസ്ബുള്ളയെ അതിർത്തിയിൽ നിന്ന് അകറ്റി നിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ലിറ്റാനി നദി വരെ ഇസ്രായേലിന്റെ പുതിയ അതിർത്തിയായി മാറണമെന്ന് ധനമന്ത്രി ബസ്ലൽ സ്ട്രോമിച്ച് പരസ്യമായി പ്രസ്താവിച്ചത് ലെബനനെ സംബന്ധിച്ചിടത്തോളം ഒരു അസ്തിത്വ പ്രതിസന്ധിയാണ് ഉയർത്തുന്നത്. 1982 മുതൽ 2000 വരെ നീണ്ടുനിന്ന ഇസ്രായേലിന്റെ ലെബനൻ അധിനിവേശം നൽകിയ കൈപ്പേറിയ അനുഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുമോ എന്ന ഭീതിയിലാണ് അന്താരാഷ്ട്ര സമൂഹം. ലെബനിലെ നീക്കങ്ങൾ ഒറ്റപ്പെട്ട ഒന്നല്ല ശരിക്കും. ഗസയിലെ യുദ്ധത്തിന് ശേഷം അവിടെ രൂപപ്പെടുത്തിയ യെല്ലോ ലൈൻ, ഓറഞ്ച് ലൈൻ എന്നീ സൈനിക നിയന്ത്രണ മേഖലകൾ ഇസ്രായേലിന്റെ പുതിയ തന്ത്രത്തിന്റെ പ്രതിഫലനമാണ്. ബെയ്റ്റ് ഹനൂർ, റഫ തുടങ്ങിയ നഗരങ്ങൾ തകർക്കപ്പെടുകയും അവിടെ ഇസ്രായേൽ സൈന്യം സ്ഥിരമായ സാന്നിധ്യം ഉറപ്പിക്കുകയും ചെയ്ത മാതൃക തന്നെയാണ് ഇപ്പോൾ ലെബനിലും പ്രയോഗിക്കുന്നത്. വെസ്റ്റ് ബാങ്കിലെ സാഹചര്യവും ഇതിന് സമാനമാണ്. 2026 ഫെബ്രുവരിയിൽ ഇസ്രായേൽ ക്യാബിനറ്റ് പാസാക്കിയ പുതിയ നിയമങ്ങൾ വെസ്റ്റ് ബാങ്കിലെ ഭൂമി വാങ്ങുന്നത് ഇസ്രായേലികൾക്ക് എളുപ്പമാക്കുകയും പലസ്തീൻ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ പോലും കെട്ടിടങ്ങൾ പൊളിക്കാനുള്ള അധികാരം ഇസ്രായേൽ സൈന്യത്തിന് നൽകുകയും ചെയ്തു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പ്രതിരോധം എന്ന മറവിൽ നിശബ്ദമായ അതിർത്തി വിപുലീകരണം നടക്കുന്നുണ്ട് എന്നാണ്. പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പലപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് പശ്ചിമേഷ്യയുടെ ഭൂപടം മാറ്റിമറിക്കുക എന്നത്. 2026 ഫെബ്രുവരിയിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പിന്നാലെ ഇറാനുമായി നേരിട്ടുള്ള യുദ്ധം ആരംഭിച്ചതോടെ ഇസ്രായേൽ തങ്ങളുടെ തന്ത്രപരമായ ആഴം വർദ്ധിപ്പിക്കാനുള്ള അവസരമായി ഇതിനെ കാണുന്നു.
ശത്രു രാജ്യങ്ങളെ സൈനികമായി തകർക്കുക എന്നതിലുപരിയായിട്ട് അവരുടെ അതിർത്തികൾക്കുള്ളിലേക്ക് കയറി സൈനിക മേധാവിത്വം ഉറപ്പിക്കുകയും അത് ദീർഘകാലത്തേക്ക് നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ഇസ്രായേലിന്റെ പുതിയൊരു ശൈലി. ഇതിനായി അമേരിക്കയുടെ ശക്തമായ പിന്തുണയും അതുപോലെ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഭരണകൂടവുമായുള്ള അടുത്ത ബന്ധവും ഇസ്രായേലിന് മുതൽക്കൂട്ടാകുന്നുണ്ട്. ഇറാനുമായുള്ള യുദ്ധം അവസാനിക്കുമ്പോഴും ഇസ്രായേലിന്റെ സുരക്ഷാ വലയത്തിന് കീഴിലുള്ള ഭൂപ്രദേശം ഇരട്ടിയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇസ്രായേലിന്റെ ഈ നീക്കത്തെ ജീവൻ മരണ പോരാട്ടം എന്നാണ് ഹിസ്ബുള്ള വിശേഷിപ്പിക്കുന്നത്. തങ്ങളുടെ മണ്ണ് വിട്ടു നൽകില്ലെന്ന് പ്രഖ്യാപിച്ച ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ലെബനന് ഉള്ളിൽ തന്നെ ഹിസ്ബുള്ളയ്ക്കെതിരെ ശക്തമായ വികാരം രൂപപ്പെടുന്നുവെന്നതും ശ്രദ്ധേയമാണ്. ഇറാന്റെ താൽപര്യങ്ങൾക്കായി ലെബനനെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടു എന്നാരോപിച്ച് ലെബനീസ് സർക്കാർ ഇറാന്റെ അംബാസിഡറെ പുറത്താക്കിയത് വലിയ വാർത്തയായിരുന്നു. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാൻ ലെബനൻ സൈന്യത്തിന് കഴിയാത്തത് ഇസ്രായേലിന് തങ്ങളുടെ അധിനിവേശം ന്യായീകരിക്കാനുള്ള കാരണമായി മാറുന്നു. ഇതിനിടയിൽ 1 ദശലക്ഷത്തിലധികം ജനങ്ങൾ ലെബനിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടത് വലിയൊരു മാനുഷിക ദുരന്തമായി വളരുകയാണ്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇത് തങ്ങളുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. ഒക്ടോബർ 7 ആക്രമണത്തിനു ശേഷം ഒരിക്കലും തങ്ങളുടെ അതിർത്തിക്ക് അടുത്ത് ശത്രുക്കളെ അനുവദിക്കില്ല എന്ന ദൃഢനിശ്ചയത്തിലാണവർ. എന്നാൽ ഒരു രാജ്യത്തിന്റെ സുരക്ഷ മറ്റൊരു രാജ്യത്തിന്റെ ഭൂമി കൈവശപ്പെടുത്തിക്കൊണ്ടാവണമെന്ന നയം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിന്റെ ഈ അതിർത്തി വിപുലീകരണത്തെ ശക്തമായി എതിർക്കുന്നുണ്ട്. ലാറ്റിനി നദി വരെ ഇസ്രായേൽ സൈന്യം നിലയുറപ്പിക്കുന്നത് സമാധാനം കൊണ്ടുവരില്ല എന്നും പകരം മറ്റൊരു 20 വർഷത്തെ ഒളിപ്പോരിലേക്ക് ആ മേഖലയെ തള്ളിവിടുമെന്നും ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യുദ്ധം അവസാനിക്കുമ്പോൾ ഭൂപടങ്ങളിൽ അതിർത്തികൾ എവിടെയായിരിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുന്ന ചോദ്യമാണ്. ഒരു രാജ്യത്തിന്റെ പരമാധികാരവും മറ്റൊരു രാജ്യത്തിന്റെ സുരക്ഷാ ബോധവും തമ്മിലുള്ള ഈ പോരാട്ടം പശ്ചിമേഷ്യയുടെ ഭാവി തന്നെ മാറ്റിമറിച്ചേക്കാം. ഇസ്രായേലിന്റെ ഈ വിപുലീകരണ തന്ത്രം മറ്റ് അറബ് രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നും ഇറാന്റെ പുതിയ നേതൃത്വം ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാകും. പശ്ചിമേഷ്യൻ രാഷ്ട്രീയം എത്രത്തോളം സങ്കീർണമാണ് എന്നാണ് ഈ ഓരോ സംഭവങ്ങളും നമുക്ക് കാണിച്ചു തരുന്നത്. എന്നാൽ ഇരുളടഞ്ഞ ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിലും ശുഭകരമായ ചില പ്രതീക്ഷകൾ ബാക്കിയുണ്ട്. യുദ്ധത്തെക്കാൾ സമാധാനമാണ് ലാഭകരമെന്ന് വമ്പൻ ശക്തികൾ തിരിച്ചറിയുന്ന ഒരു ഘട്ടം വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ട്രംപിന്റെ സമാധാന കരാർ അംഗീകരിക്കപ്പെടുകയും ഹോർമുസ് കടലിടുക്ക് വീണ്ടും സജീവമാവുകയും ചെയ്താൽ അത് ആഗോള വിപണിക്കും പ്രവാസി മലയാളികൾക്കും വലിയൊരു ആശ്വാസമാകും. തകർക്കപ്പെടുന്ന അതിരുകളെക്കാൾ മനുഷ്യന്റെ ജീവനും അതിജീവനത്തിനുമാണ് വിലയെന്ന ബോധ്യം ലോക നേതാക്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.